2024 ജൂൺ 5-നാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹയാത്രികൻ ബച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യമായിരുന്നു ഇത്. വെറും 10 ദിവസത്തെ ദൗത്യത്തിനായിരുന്നു ഇവരുടെ യാത്ര. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറിനെ തുടർന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിതയും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങി. ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെട്ടു. 3 ഹീലിയം ചോർച്ചയുണ്ടായി. ഈ തകരാറുകൾ പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. തുടർന്ന് ഇവരുടെ മടക്കയാത്ര പലതവണ മാറ്റിവെച്ചു. ഒടുവിൽ സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര സ്റ്റാർലൈനർ ലാവില്ലെന്ന് നാസ തീരുമാനിച്ചു. അടുത്ത വർഷം ഫെബ്രുവരിയിലാകും അവർ മടങ്ങുന്നത്, അതും സ്പേസ് എക്സ് പേടകത്തിൽ. ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയാണ് നാസയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. സ്റ്റാർലൈനറിലെ തിരിച്ചുവരവ് 100% സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ മടക്കയാത്ര എന്നൊരു കാര്യം ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് ഇരുവരും ഫെബ്രുവരി വരെ ബഹിരാകാശത്ത് തുടരുന്നതാണ് ശരിയായ തീരുമാനമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെ 8 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന ദൗത്യം 8 മാസത്തോളം നീളും. സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ മറ്റു 2 പേർക്കൊപ്പമാകും ഇരുവരും തിരിച്ചെത്തുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുകയും അവിടെയുള്ളവരെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന മിഷനാണ് ക്രൂ 9. ഇത്തവണ 2 യാത്രക്കാരുമായാകും ക്രൂ 9 ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് യാത്ര തിരിക്കുക. സുനിതയും വിൽമോറുമടക്കം 4 പേരുമായി പേടകം മടങ്ങും. അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ സംരംഭമാണ് സ്പേസ് എക്സ് അഥവാ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ. ഇലോൺ മസ്കാണ് ഇതിന്റെ CEO. നാസയുടെ ദൗത്യങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി കഴിഞ്ഞ സ്പേസ് എക്സിനെ സംബന്ധിച്ച അഭിമാന നേട്ടങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അവസരം. സ്ഥിരം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ബോയിങ് സ്റ്റാർലൈനർ പേടകം ഉപയോഗപ്രദമാണോ എന്നുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും വഹിച്ചുള്ള പരീക്ഷണ ദൗത്യം നടത്തിയത്. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനമായിരുന്നു ഇത്. തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിന്റെ വിക്ഷേപണം 2 തവണ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. പലതവണ ഇന്ധനമായ ഹീലിയം ചോർന്നു. ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളാണ് സ്റ്റാർലൈനർ പേടകത്തിൽ കണ്ടെത്തിയത്. തുടർന്നും ബഹിരാകാശ യാത്രകൾക്കുതകുന്ന പേടകങ്ങളിൽ തന്നെ ബോയിങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സുരക്ഷയ്ക്ക് തന്നെയാകും ഊന്നലെന്നും ബോയിങ്ങും വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. 1 ശതാബ്ദത്തിലേറെയായുള്ള ബന്ധമാണ് ബഹിരാകാശ യാത്രകളിൽ നാസയും ബോയിങ്ങുമായുള്ളത്. $4 ബില്യൺ കോൺട്രാക്റ്റാണ് നാസയിൽ നിന്ന് ബോയിങ് സ്വന്തമാക്കിയിട്ടുള്ളത്. ബഹിരാകാശ യാത്രയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വാണിജ്യാടിസ്ഥാനത്തിൽ പേടകം നിർമ്മിക്കാൻ സ്പേസ് എക്സിനെ പോലെ തന്നെ നാസ തിരഞ്ഞെടുത്ത കമ്പനിയാണ് ബോയിങ്ങും. സ്വകാര്യ കമ്പനികളായതിനാൽ തന്നെ ഇരു കമ്പനികളും തമ്മിലുള്ള മത്സരവും നിലനിൽക്കുന്നുണ്ട്. ഈ ദൗത്യം പൂർണ്ണമായി വിജയിക്കാത്തത് ബോയിങ്ങിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.